ഹലോ മക്കളെ, അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് 3 മാർക്ക് നേടിയാലോ? അനിമൽ കിങ്ഡത്തിൽ നിന്ന് ഷോർട്ട് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് കേട്ടോ. അപ്പൊ പിസസിന്റെ ഒരു ക്ലാസ്സിൽ വരുന്ന 2 ഫിഷസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സ്കോളിയോഡൺ ആണ് അല്ലെ, ഇത് സ്കോളിയോഡൺ ആണ്. ആൻഡ് ഇത് എന്താണടാ? ഇത് പ്രിസ്റ്റിസ് ആണ്. ഓക്കെ, ഇത് രണ്ടും കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ ഉള്ള കാർട്ടിലേജിനസ് ഫിഷ് ആണ്. സോ ദേ ബിലോങ്സ് ടു ദ ക്ലാസ് കോൺട്രിക്ടൈസ്. അല്ലടാ, ഏതാണ് ക്ലാസ്? കോൺട്രിക്ടൈസ് ആണ് ക്ലാസ് വരുന്നത് അല്ലേ. ഇനി നോക്കിക്കടാ, അതായത് ഹിപ്പോ ക്യാമ്പസും കട്ട്ലയൊക്കെ ബോണി എൻഡോസ്കെൽട്ടൺ ഉള്ള ബോണി ഫിഷസ് ആണ്. സോ ദേ ബിലോങ്സ് ടു ദ ക്ലാസ് ഓസ്റ്റിക്ടൈസ് അല്ലേ, ദേ ബിലോങ്സ് ടു ദ ക്ലാസ് ഓസ്റ്റിക്ടൈസ്. അപ്പൊ ഈ കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും ചോദിക്കും. സോ അറ്റ്ലീസ്റ്റ് ഒരു 4 ഡിഫറൻസ് എങ്കിലും മക്കൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. നോക്കിക്കേ, കോൺട്രിക്ടൈസ് കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ ഉള്ള ഫിഷസും ഓസ്റ്റിക്ടൈസ് ബോണി എൻഡോസ്കെൽട്ടൺ ഉള്ള ഫിഷസും ആണ് അല്ലേ. കോൺട്രിക്ടൈസിന് 5 to 7 pairs ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, ബട്ട് വിത്തൗട്ട് ഒപ്പർക്കുലം ആയിരിക്കും. ഓസ്റ്റിക്ടൈസിന് 4 pairs ഓഫ് ഗിൽസ് ഉണ്ട് ആൻഡ് ഗിൽസ് ആർ കവേർഡ് ബൈ ഗിൽ കവർ അല്ലെങ്കിൽ ഒപ്പർക്കുലം. ഇനി എയർ ബ്ലാഡർ ഇല്ലാത്ത ആൾക്കാർ കോൺട്രിക്ടൈസ്, സോ മുങ്ങി പോവാതിരിക്കുന്ന ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഓസ്റ്റിക്ടൈസിന് എയർ ബ്ലാഡർ പ്രസന്റ് ആണ്, അതുകൊണ്ട് തന്നെ ബോയൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ഇനി കോൺട്രിക്ടൈസിന്റെ സ്കിന്നിനെ കവർ ചെയ്തിട്ട് പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണെങ്കിൽ ഓസ്റ്റിക്ടൈസിന്റെ സ്കിന്നിനെ കവർ ചെയ്തിട്ട് ടിനോയിഡ് അല്ലെങ്കിൽ സൈക്ലോയിഡ് സ്കെയിൽസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോൺട്രിക്ടൈസിലും ഓസ്റ്റിക്ടൈസിലും വേറെ എക്സാമ്പിൾസ് അറിയുമെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യാം.